ഹലോ, അസ്സലാമു അലൈക്കും. ഞങ്ങൾ CSF ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊച്ചി അമൃത ഹോസ്പിറ്റലിലോട്ട് പോവുകയാണേ. വെളുപ്പിന് 5:10 ട്രെയിൻ. അങ്ങനെ വെളുപ്പിന് 5:10 ട്രെയിനിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് കയറിയിട്ട് ഏകദേശം ഒരു 11:15 ആകുമ്പോഴത്തേക്കും എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തി. അവിടുന്ന് കുറച്ച് ട്രാവൽ ചെയ്യാനുണ്ട്. അങ്ങനെ ഞങ്ങൾ നേരെ അവിടുന്ന് പോയത് മെട്രോ സ്റ്റേഷനിലോട്ടാണ്. അങ്ങനെ അവിടുന്ന് മെട്രോ കയറി ഏകദേശം ചങ്ങമ്പുഴ പാർക്ക് എത്തിയപ്പോൾ അവിടെ ഇറങ്ങി. ട്രെയിനിൽ നിന്നൊന്നും കഴിക്കാത്തതുകൊണ്ട് അത്യാവശ്യം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഫുഡ് എന്തെങ്കിലും കഴിച്ചിട്ട് ഹോസ്പിറ്റലിലോട്ട് പോകാമെന്ന് കരുതി. അങ്ങനെ അടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ കയറി. എനിക്ക് പൂരിയും ബാജിയും ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പൂരിയും ബാജിയും ഓർഡർ ചെയ്തു. അങ്ങനെ അത് കഴിച്ചു. നല്ലൊരു ചായയും കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലോട്ട് പോയി. ഹോസ്പിറ്റലിൽ അത്യാവശ്യം നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അവരെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അവരെ വണ്ടിയിൽ കയറി. ഞങ്ങൾക്ക് പോകേണ്ടത് A ബ്ലോക്കിലോട്ടാണ്. A ബ്ലോക്കിലോട്ട് ന്യൂറോ സർജറി ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് ഞങ്ങൾക്ക് ഡോക്ടറെ കാണേണ്ടത്. അങ്ങനെ ഞങ്ങൾ നേരെ പോയത് A ബ്ലോക്കിലോട്ട് പോയി. പരശുറാം ഡോക്ടറെ കണ്ടു. ഡോക്ടറോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇന്നവിടെ അഡ്മിറ്റ് ചെയ്യണം, CSF ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നേരെ ഗ്രൗണ്ട് ഫ്ലോറിൽ പോയിട്ട് അഡ്മിഷൻ പേപ്പറും കാര്യങ്ങളൊക്കെ ശരിയാക്കി അവർ ഞങ്ങൾ നേരെ വാർഡിലോട്ട് കൊണ്ടുപോയി. വാർഡിലെത്തിയപ്പോഴേക്കും ഉച്ചയായി. അങ്ങനെ ലഞ്ചിൻ്റെ ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഫുഡൊക്കെ എത്തി. ഫുഡ് കഴിച്ചിരിക്കുമ്പം നേഴ്സ് വന്ന് കയ്യിൽ ക്യാൻഡിലൊക്കെ ഇട്ട് തന്നു. കുറച്ച് ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ ബ്ലഡൊക്കെ ചെയ്ത സമയത്ത് എനിക്ക് പൊട്ടാസ്യം കുറവാണെന്ന് പറഞ്ഞു. അങ്ങനെ പൊട്ടാസ്യത്തിനുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുമ്പം ഏട്ടത്തി വന്നിട്ട് എനിക്ക് പായസം കൊണ്ട് തന്നു. എനിക്ക് അവിടുത്തെ പായസം ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഏകദേശം 3 ടൈപ്പോളം പായസം അവിടെ ഉണ്ട്. അങ്ങനെ അത് കഴിച്ചിരുന്നു. അങ്ങനെ രാത്രിയൊക്കെ ആയി. അങ്ങനെ രാത്രിയത്തെ ഫുഡും അവിടെ എത്തി. പേഷ്യൻസിന് അവിടെ വാർഡിലെ ഫുഡും കൊണ്ട് തരും കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിരിക്കുന്ന സമയത്ത് നേഴ്സ് വന്നിട്ട് നാളത്തെ CSFനുള്ള ഇഞ്ചക്ഷനും കാര്യങ്ങളൊക്കെ അവിടെ കൊണ്ടുവച്ചിട്ട് പറഞ്ഞു നാളെ വെളുപ്പിന് CSF ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ രാവിലെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ടിരുന്നു. അപ്പോഴത്തേക്കും CSF ചെയ്യാനുള്ള ഡോക്ടേഴ്സ് വന്നു. അത്യാവശ്യം നല്ല പെയിൻ ഉണ്ടായിരുന്നു, നല്ല ക്ഷീണവും ഉണ്ടായിരുന്നു. CSF ഒക്കെ കഴിഞ്ഞു. എനിക്ക് ഡോക്ടർ വന്ന് കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത്യാവശ്യം നല്ല പ്രഷറുണ്ട്, തലയിൽ വാൾവ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. രാവിലെ ഡോക്ടർ വാൾവ് അഡ്ജസ്റ്റ് ചെയ്ത് തന്നോളും. അങ്ങനെ വാൾവ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബോക്സൊക്കെ കൊണ്ടുവന്ന് എത്തിച്ചു. അങ്ങനെ വാൾവ് അഡ്ജസ്റ്റ് ചെയ്ത് തന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടി പറഞ്ഞു. ഇന്ന് ഡിസ്ചാർജായി പോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഡിസ്ചാർജായി. വെളുപ്പിന് 6 മണിയുടെ ട്രെയിൻ അവിടെ നിന്ന് കയറി. ഏകദേശം എറണാകുളം ജംഗ്ഷനിൽ നിന്ന് 6 മണിക്ക് വിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 12 മണിയൊക്കെ ആകുമ്പം കണ്ണൂരെത്തും. അങ്ങനെ അത്യാവശ്യം തിരക്കില്ലാത്തൊരു ട്രെയിനാണ് അത്. അങ്ങനെ ഞങ്ങൾ ആ ട്രെയിനിൽ കയറി. അത്യാവശ്യം നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. CSF ചെയ്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. നല്ല നടുവേദന ഉണ്ടായിരുന്നു. അങ്ങനെ ട്രെയിൻ ഏകദേശം ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഞങ്ങൾ കണ്ണൂരെത്തി. അപ്പോൾ തീരെ നടക്കാനും വയ്യ, അത്യാവശ്യം നല്ല ക്ഷീണമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം വീട്ടിലോട്ടേക്ക് ചെന്നു.